ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ സാമൂഹിക, കലാ, സാംസ്കാരിക, വാണിജ്യ, വ്യാപാര മേഖലകളിൽ സജീവമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണം പറഞ്ഞ പ്രതിഭകളെ സംഭാവന ചെയ്ത മണ്ണാണ് തളിപ്പറമ്പ്. ജനങ്ങളൊക്കെ വളരെ സൗമ്യമായി പരസ്പര സൗഹൃദത്തോടു കൂടി കഴിഞ്ഞ നാടാണ്. അത് കുപ്പത്തിൻ്റെ മാത്രമല്ല, തളിപ്പറമ്പിൻ്റെ പൊതുവെ ഇത് നോക്കുമ്പോൾ വളരെ സൗഹൃദത്തോടും സൗഹാർദ്ദത്തോടു കൂടി പരസ്പര സഹായത്തോടൊക്കെ കഴിഞ്ഞ നാടായിരുന്നു ഇത്. ബുദ്ധ, ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ പാരമ്പര്യങ്ങളുടെയും ജീവസുറ്റ സാംസ്കാരിക ഇടപഴക്കങ്ങളുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും പ്രോജ്വലമായ ചരിത്രം ഈ മണ്ണിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാവും. കൃഷിയും അനുബന്ധ വ്യവഹാരങ്ങളും കുടിയേറ്റങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും നഗര കേന്ദ്രീകൃത വികസനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാവസായിക സംരംഭങ്ങളും തളിപ്പറമ്പിൻ്റെ നാഗരികതാ പ്രയാണത്തെ ശക്തമായി സ്വാധീനം ചെലുത്തിയതായി കാണാം. പൗരാണികമായ ക്ഷേത്ര ആചാരങ്ങളും തലമുറകൾ കൈമാറി വന്ന വിശ്വാസ പാരമ്പര്യങ്ങളും രുചി വൈവിധ്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നിയ കലാ സാഹിത്യ പ്രവർത്തനങ്ങളും തളിപ്പറമ്പിനെ സാംസ്കാരികമായി കൂടുതൽ സമ്പന്നമാക്കുന്നു. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ചിരപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഭക്തന്മാർ അനേകം പുറത്തുനിന്ന് പോലും, അത് തൃച്ചംബരം ദേശത്തെപ്പറ്റി മാത്രമല്ല, തൃച്ചംബരം, തളിപ്പറമ്പ്, കാഞ്ഞിരങ്ങാട് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. ഗതകാല പ്രൗഢിയോടെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ഇന്നും തലയുയർത്തി നിൽക്കുന്ന വലിയ ജുമാഅത്ത് പള്ളി, നൂറ്റാണ്ടുകളോളം സാമൂഹിക നീതിബോധത്തിൻ്റെ അഭയകേന്ദ്രമായിരുന്ന സൂഫി പാരമ്പര്യം വിളിച്ചോതുന്ന തങ്ങൾ പള്ളി, ഷാദുലി, ഖാദിരിയ, സൂഫി പാരമ്പര്യങ്ങളുടെ സ്വാധീനങ്ങൾ പ്രകടമാകുന്ന സാംസ്കാരിക ഇടങ്ങൾ, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തളിപ്പറമ്പിൽ ആധുനിക വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഖുവത്തുൽ ഇസ്ലാം മദ്രസ, സർവകലാശാല വിദ്യാഭ്യാസത്തിന് നാന്ദി കുറിച്ച സർ സയ്യിദ് കോളേജ്, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ അടയാളങ്ങളായിരുന്ന തറവാടുകൾ, മഹത്തുക്കളെയും നാടിൻ്റെ ഉദ്ധാന പതനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പൂർവികരെയും നെഞ്ചേറ്റിയ മന്ന ഖബർസ്ഥാൻ, ഉത്തര കേരളത്തിൽ തന്നെ ഏറ്റവും സജീവമായ മാർക്കറ്റ് എന്നിങ്ങനെ തളിപ്പറമ്പിൻ്റെ പൈതൃക പ്രാധാന്യം ഒട്ടനവധിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ രേഖകളിൽ ഉൾപ്പെടെ ഇടം നേടിയ അത്യപൂർവ ഇനം മാങ്ങകളും വൈവിധ്യമാർന്ന കാർഷിക നാണ്യവിളകളുടെയും കൈമാറ്റ കേന്ദ്രം കൂടിയാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിൻ്റെ വരും കാലത്തെ വിഭാവന ചെയ്യാനും ഭാവി തലമുറയെക്കുറിച്ചും നാടിൻ്റെ വികസന സങ്കല്പങ്ങളെക്കുറിച്ചും രൂപം നൽകാനും മാനവ സൗഹൃദങ്ങളെയും സാംസ്കാരിക ഇഴയടുപ്പങ്ങളെയും ശക്തിപ്പെടുത്താനും തളിപ്പറമ്പിൻ്റെ പോയ കാലത്തെക്കുറിച്ചുള്ള ഓരോ വായനകളും അന്വേഷണങ്ങളും നമ്മെ സഹായിക്കുന്നു. നമ്മുടെ നാടിൻ്റെ അടുത്ത 100 കൊല്ലത്തെ രൂപപ്പെടുത്തുവാൻ പൈതൃകങ്ങളെക്കുറിച്ച, ചരിത്രങ്ങളെക്കുറിച്ച, സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ഈ പഠനങ്ങളും ഗവേഷണങ്ങളും പ്രചോദനമാവട്ടെ എന്ന പ്രതീക്ഷയോടെ നന്ദി.